നീതുമോളെ നിത്യ നിക്കടി, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് പറ. അച്ഛനോടും അമ്മനോടും എത്ര തവണ പറഞ്ഞു, നിങ്ങളാരും വിശ്വസിക്കുന്നില്ലല്ലോ. അത് പിന്നെ കുണിക്കുമോള് പ്രേതാന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അതാ പറഞ്ഞത്, ഞങ്ങൾ ഇനി ഒന്നും പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളുടെ പ്രശ്നം എന്താന്ന് ഞങ്ങൾ അറിയണ്ടേ? എന്റെ പൊന്നു ഗീത, കുട്ടികളെ എങ്ങനെ പോലീസുകാരെ പോലെയാണോ ചോദ്യം ചെയ്യേണ്ടത്? മര്യാദക്ക് ചോദിച്ചിട്ട് ഇവള് പറയണ്ടേ? നീ ഒരു കാര്യം ചെയ്യ്, കുണിക്കും കൊടുക്കാനും കൊണ്ടുപോയി ആഹാരം കൊടുക്കാൻ ഞാൻ ഇവരോട് സമാധാനത്തെ ചോദിച്ച് മനസ്സിലാക്കി വന്നോളാം. അത് വേണ്ട. ഞാൻ പറയുന്നത് കേക്ക് ഗീതച്ചല്ലേ. കുണിക്കുമോള് കോക്കാച്ചി അല്ലാട്ടോ. കുണിക്കുമോളെ അമ്മയുടെ ഒപ്പം പോയി ആഹാരമൊക്കെ കഴിക്കുക. അച്ഛനും ചേച്ചിമാരും ഇപ്പൊ വരാവേ. ഞാൻ ഇപ്പൊ പോകുന്നു. കണ്ടോ മക്കളെ, നിങ്ങൾ പറയുന്ന കേട്ട് കുണിക്ക് എന്ത് വിഷമായിരുന്നോ? എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് പറ. അച്ഛാ, ഞങ്ങൾ പറഞ്ഞത് സത്യമാണ് അച്ഛാ. കുണിക്കുമോള് പ്രേത. ആ വീട്ടിൽ പ്രേതമുണ്ട്. കുണിക്കുമോളുടെ കണ്ണിൽ ഞങ്ങൾ ചോര കണ്ടതാ. മക്കളെ, നിങ്ങളെ പോലെ ഞാനും അമ്മയും ഒക്കെ ആ വീട്ടിലില്ലേ? ഞങ്ങളൊന്നും ഈ ചോര കണ്ടില്ലല്ലോ. അതാ അച്ഛൻ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. നിങ്ങളാരാ? ഞാൻ ഈ തോട്ടത്തിലെ പണിക്കാരിയാ സാറേ. അല്ല, ടൂർ വന്നിട്ട് മക്കളുടെ മൊത്തം എന്താ ഒരു സന്തോഷമില്ലാതെ? സന്തോഷക്കുറവൊന്നുമില്ല. അവരമ്മയായിട്ട് ചെറുതായി ഒന്ന് വഴക്കിട്ടു, അതാ. ആണോ? അയ്യോ, ടൂർ വന്നത് വഴക്കിടാനാണോ? എന്നിട്ട് മക്കളുടെ അമ്മ എവിടെ? അവള് പർപ്പിൾ വില്ലയിലേക്ക് പോയി. പഠിച്ചോനെ, പർപ്പിൾ വില്ലയിലേക്കോ? അതെ, എന്ത് പറ്റി? ഞങ്ങൾ അവിടെയാ താമസം. നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് അവിടെയാണോ താമസിക്കുന്നേ? അതെ അതെ, എന്താ കാര്യം? നിങ്ങൾ കാരണം പറയൂ. സാറേ, അവിടെ ആരും താമസിക്കാറില്ല. അത് പ്രേതാലയമാ. അവിടെ പ്രേതമുണ്ട്, മിന്നു പ്രേതം. നിങ്ങൾ എന്തായി പറയുന്നേ? ഒരു വർഷം മുമ്പേ നിങ്ങളെ പോലെ ഒരു അച്ഛനും അമ്മയും ഒരു പെങ്കൊച്ചും കൂടി ഇവിടെ ടൂർ വന്നിരുന്നു, മിന്നു. ആ കുട്ടി ആ ടെറസിന്റെ മേലേന്ന് വീണ് മരിച്ചു. അതിൽ പിന്നെ അവിടെ എപ്പോഴും പ്രേതശല്യ. അത് കഴിഞ്ഞൊരു ഫാമിലി ടൂർ വന്നപ്പോൾ അവിടെ താമസിച്ചു. അവരുടെ മോൾക്ക് ഈ മിന്നു പ്രേതം കൂടി. എന്നിട്ട് എന്തോരം കഷ്ടപ്പെട്ട് ആ കുട്ടീനെ അവർ രക്ഷിച്ചെടുത്തതെന്നറിയോ? ആ മിന്നുവിനെ മരിക്കുമ്പോൾ 12 വയസ്സായിരുന്നു പ്രായം. നിങ്ങളുടെ ഈ പെൺമക്കൾക്ക് ആ മിന്നുവിന്റെ ബാധ കയറുണ്ടെങ്കിൽ വേഗം ഇവരെയും കൊണ്ട് പോയിക്കോ. അച്ഛാ, അപ്പൊ കുണിക്കയുടെ മേത്ത് കയറിയത് മിന്നു പ്രേതാണോ? വാ മക്കളെ, ഗീത കുണിക്കനെയും കൊണ്ട് പർപ്പിൾ വില്ലയിലേക്കല്ലേ പോയിരിക്കണേ? നമുക്ക് അവിടെ എത്രയും വേഗം എത്തണം. നമ്മുടെ സാധനങ്ങൾ എടുത്ത് ഗീതനെ പിള്ളേരെ കൊണ്ട് വേഗം വീട്ടിലേക്ക് പോകണം. ദൈവമേ, ആ അച്ഛന്റെ മക്കളുടെ ഓട്ടം കണ്ടില്ലേ? പാവം, അവരെ ആരാണാവോ പർപ്പിൾ വില്ലയിൽ താമസിപ്പിച്ചത്? അയ്യോ, എന്റെ കുണിക്കുമോളെ. കുണിക്കുമോളെ, നീ എന്തിനാ ഇങ്ങനെ പൊക്കത്തേക്ക് ഒറ്റക്ക് വന്നേ? ചേച്ചിയോ? എന്തൊക്കെയാ കുണിക്കുമോളെ ഈ പറയുന്നേ? നിന്റെ ചേച്ചിമാരല്ലേ ഈ നീതു നിത്യം? അവരല്ലേ ഇവിടെ നിൽക്കുന്നേ? വാ, നമുക്ക് പോകാം. മിന്നുവോ? അത് ആരാ മോളെ? അയ്യേ, എന്താ കുണിക്ക്? എന്താ നിന്റെ കയ്യില്? അയ്യേ, നീ നോക്കിയേ, പച്ചമാംസം. ഇത് പച്ചമാംസമാ. അയ്യോ, നേരാണല്ലോ. കുണിക്ക്, നീ ഇത് കഴിച്ചോ? നിനക്കിത് ആരാ തന്നേ? നീ ഇത് കഴിച്ചോ കുണിക്ക്? പറ. ദൈവമേ, എന്റെ മോൾ എന്തൊക്കെയായി പറയണേ? മിന്നു ചേച്ചി എന്നൊക്കെ. എനിക്ക് ആകെ പേടിയാകുക. മാധവൻ ചേട്ടാ, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. വാ, കുഞ്ഞുങ്ങളെടുത്തോ, എല്ലാം എടുക്ക. ഇപ്പൊ തന്നെ നമുക്ക് ഇറങ്ങണം. നീ ഇങ്ങനെ കരയാതെ ചെയ്തേ. നമ്മുടെ കുണിക്കുമോൾക്കൊന്നും വന്നില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. വാ, നമുക്ക് ഇപ്പൊ തന്നെ പോകാം. വാ കുണിക്ക്, ചേച്ചിമാരോടൊപ്പം വാ, നമുക്ക് പോകാം. എനിക്ക് മിന്നു ചേച്ചിനെ മതി. കുടിക്കുമോളെ, മതി, നിർത്തിക്കോ. ഒരു മിന്നു ചേച്ചി, അച്ഛൻ പറയണ കേക്ക്. നമുക്ക് ഇവിടെ നിന്ന് പോണം. ഇങ്ങ് വാ. കുണിക്ക്, അമ്മയുടെ പൊന്നെ, വാ, അമ്മ എടുക്കാം, നമുക്ക് പോകാം. മിന്നു ചേച്ചി ടെറസിലോട്ട് വരാൻ പറഞ്ഞു. ശരി ശരി, മിന്നു ടെറസിലേക്ക് ചെല്ലാൻ പറഞ്ഞെങ്കിലേ അമ്മ കൊണ്ടുപോക ടെറസിലേക്ക്. ഇപ്പൊ അമ്മയുടെ ഒപ്പം വാ. അമ്മ വെറുതെ പറയുന്ന. ഗീതേ, നീ ഇനി കുണിക്കയുടെ സമ്മതം നോക്കണ്ട. അവൾ അങ്ങോട്ട് എടുക്ക്. വേഗം വാ, നമുക്ക് ഇറങ്ങണം. നല്ല അടി കിട്ടും എന്റെ കയ്യിൽ നിന്ന്. വാടി കുണിക്ക്. കണ്ടോ കുണിക്കുമോളെ? കണ്ടോ അച്ഛാ? അച്ഛാ, ഞങ്ങൾക്ക് പേടിയാവുന്നു അച്ഛാ. അച്ഛാ, കുണിക്ക് മോളെ, നിനക്ക് എന്താ അടി പറ്റേ? എന്താ എന്താ നിനക്ക്? നിങ്ങളുടെ മോളെ നോക്കണ്ട. ഗീതേ, വേണ്ട, അവളുടെ അടുത്തേക്ക് പോവണ്ട. കുണിക്ക്, എന്നെ കൂടി വാ. കുണിക്ക്, എന്താ എന്റെ കുണിക്ക് മോക്ക് പറ്റിയേ? അടുത്തൊന്ന് പോ. അയ്യോ, അമ്മക്ക് എന്താ പറ്റിയ? അമ്മേ, അമ്മ എണീക്കമ്മേ. ഗീതേ, കുണിക്കനെ കുണിക്ക് എവിടെ? അവര് മുകളിലെ മുറിയിൽ കളിക്കുവാ. അവര് നീ ഒറ്റയ്ക്കിരുത്തിയോ? എന്റെ മക്കള്. മാധവൻ ചേട്ടൻ എന്താ പറ്റി? എന്താ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? പറഞ്ഞിട്ട് പോ. ഞാൻ മക്കളെ എടുത്തിട്ട് വരാം. നീ വേഗം ബാഗെല്ലാം പാക്ക് ചെയ്തോ. നമുക്ക് ഇപ്പൊ തന്നെ ഇവിടുന്ന് പോണം. അമ്മ, ഇവിടെ പ്രേതമുണ്ട്, മിന്നു പ്രേതം. അതെടി, നമുക്ക് വേഗം പോണം. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. നിങ്ങളില്ലാതെ ഞാൻ ഇത്ര നേരം ഒറ്റയ്ക്ക് ഇവിടെ നിന്നിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ലല്ലോ.
എടി കഴിഞ്ഞ വർഷം ഇവിടെ ടൂർ വന്ന ഫാമിലിയിലെ ഒരു കുട്ടി ടെറസിൽ നിന്ന് വീണ് മരിച്ചു. മിന്നുന്ന പേര് പറഞ്ഞത് 12 വയസ്സ് എന്തോ ഉണ്ട്. ആ കുട്ടിയുടെ ബാധയുണ്ട്. ഇവിടെ വരുന്ന കുട്ടികളിൽ അത് കയറും. അയ്യോ എന്റെ കുണുക്കനും കുണുക്കി. ഹായ് മഴയുള്ള പൂവ് കൊടുക്കാൻ എനിക്ക് പൂ തരുവോ? ഇത് എന്റെ പൂവല്ല കുടുക്കി. കുറച്ച് പൂ താ. ഞാൻ തരൂല്ലെന്ന് പറയില്ലേ? കുടുക്കി മോളെ. അയ്യോ ഇതാരാ? മിന്നുവാ. ചേച്ചി ഏടാ? വാ കുടുക്കിക്ക് പൂ തരാം. ഞാൻ പൂ തരൂ. ഞാൻ വരാം. കുണുക്ക പറ, കുണിക്ക് എവിടെ? എനിക്കറിയോടാ. അയ്യോ അറിഞ്ഞൂടുന്നു. നിങ്ങൾ രണ്ടും കൂടി ഇവിടെ ഇരുന്ന് കളിക്കുമായിരുന്നില്ലേ? കുണിക്കുമ്പോൾ എവിടെ പോയി കുണുക്ക? എനിക്കറിയൂടാ അമ്മച്ചി. കുണുക്കാ പൊന്നെ പറ, കുണിക്കുമോൾ എവിടെ? കുടുക്കി മോള് ചേച്ചിയുടെ കൂടെ പോയി. ചേച്ചിയോ? ഏത് ചേച്ചി? അതിന് ചേച്ചിമാർ രണ്ടും അപ്പുറത്തല്ലേ, ഞങ്ങൾ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്നത്. പിന്നെ കുണിക്കുമോൾ എവിടെ പോയി? കുടുക്കി മോളല്ല പൂ ചോദിച്ചു, അപ്പൊ കൊടുത്തില്ല. വേറെ ചേച്ചി വന്നിട്ട് കുടുക്കി മോൾക്ക് പൂ കൊടുക്കാന്ന് പറഞ്ഞു. ആ കുടുക്കി മോളെ ചേച്ചിയുടെ കൂടെ പോയി. ഏത് ചേച്ചിയുടെ കാര്യം ഇവനീ പറയുന്നേ? ബില്ലു ചേച്ചി. അയ്യോ മിന്നു, അപ്പൊ ആ തോട്ടക്കാരി പറഞ്ഞത് ശരിയാ. മിന്നു പ്രേതാ. അയ്യോ എന്റെ കുണിക്കുമോളെ കൊണ്ട് അവൾ എങ്ങോട്ടാ പോയി? കുണുക്കീനെ ടെറസിലോട്ട് കൊണ്ടുപോയി. കുണിക്കേ